നീ എന്താഗ്രഹിച്ചോ അത് നടന്നു കഴിഞ്ഞു. എനിക്ക് നിന്നെ വെറുതെ വിടണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം അത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഹരി, അഗ്നിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി നിനക്ക് തീരുമാനിക്കാം ഇവനെ എന്ത് ചെയ്യണമെന്ന്. ശിവ, എന്റെ ഫോഴ്സ് ഇപ്പൊ എവിടെ എത്തും? അവരുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക്. അഗ്നി, നിന്റെ ജോലി അതിവിടെ കഴിഞ്ഞു. ഇനി ഒരിക്കലും നിന്നെ ഈ നാട്ടിൽ കാണാൻ പാടില്ല. എവിടാന്ന് വെച്ചാ നിനക്ക് പോവാം. പക്ഷേ ഒരു കണ്ടീഷൻ. നിന്റെ പഴയ സ്വഭാവം നീ എടുത്താ പിന്നെ നീ ഒരിക്കലും പുറം ലോകം കാണില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമവും കോടതിയും പിന്നെ ഞങ്ങളെ പോലുള്ള പോലീസുകാരും ഉണ്ട്. അവിടെ നിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? സർ, ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ? സാറ് പറഞ്ഞില്ലേ ഈ നാട്ടില് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കോടതിയും പോലീസും പിന്നെ നിയമവും എല്ലാം ഉണ്ടെന്ന്. ഇതേ പോലീസും കോടതിയും നിയമവും ഒക്കെ തെറ്റ് ചെയ്താ അവിടെ എനിക്ക് വരാലോ അല്ലേ സാർ? ഗുഡ് ബൈ സാർ.
പ്രധാന വാർത്തകൾ. 5 വർഷം മുമ്പ് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കൊലയാളിയെ തന്റെ വീട്ടിൽ നിന്നും മരണപ്പെട്ട രീതിയിൽ കണ്ടെടുക്കുകയുണ്ടായി. ആദ്യ പരിശോധനയിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കേസ് അന്വേഷണത്തെ തുടർന്ന് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊലയാളിയുടെ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും തനിക്കൊരു പരാതിയില്ലെന്നും ഈ കേസ് ഇവിടെ റദ്ദാക്കണമെന്നും കേസ് അന്വേഷിച്ച പോലീസുകാർ മാധ്യമങ്ങളോട് അറിയിച്ചു. മോളെ, ഈ അമ്മയോട് ക്ഷമിക്കും മോളെ. ഹലോ ഹലോ അഗ്നി, അഗ്നി, നീ എവിടെയാ? എനിക്കൊന്ന് കാണണം. ഹലോ, പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ, എനിക്കൊന്ന് കണ്ടാ മതി. നിനക്ക് എങ്ങനെ മനസ്സിലായി അവൻ ഇപ്പോഴും? അന്ന് ഡോക്ടറെ കാണാൻ അവൻ ഹോസ്പിറ്റലിൽ വന്നില്ലേ? അന്ന് അവന്റെ കയ്യിലൊരു പാടുണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടി കടിച്ചതിന്റെ പാട്. കടിച്ചിട്ട് ഒരുപാട് ദിവസമൊന്നും ആയില്ല, കൂടിപ്പോയാ ഒരു 2 ദിവസം. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ ഇപ്പോഴും ആ പണി തുടരുന്നുണ്ട് എന്ന്. അവനെ പോലെയുള്ളവൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഡോക്ടർ. അതാ ഞാനങ്ങ് തീർത്ത് കളഞ്ഞ്. പക്ഷേ എന്തിനു വേണ്ടി? ഡോക്ടറിന് വേണ്ടി. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി എന്തിനാ നീ അത്? Because you cried for me. എന്റെ ജീവിതത്തില് എനിക്ക് വേണ്ടി കരഞ്ഞ ഒരേ ഒരാള്, അത് ഡോക്ടർ. You just smiled. Only for you. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഞാൻ ഇനിയും ഉണ്ടാവും ഡോക്ടർ. അതെന്നെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ അഗ്നി, ഈ ലോകത്ത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ നീ ദൈവമല്ല അഗ്നി, നീ സാധാരണ ഒരു മനുഷ്യനാണ്. അതും കൂടെ നീ ഓർക്കണം. ശരിയാ ഡോക്ടർ, പാപം ചെയ്തവർക്ക് പാപമോക്ഷം കൊടുക്കാൻ ഞാൻ ദൈവമല്ല.
പക്ഷേ പാപത്തിന്റെ ശിക്ഷ അത് മരണമാണെന്നല്ലേ മിഖായിൽ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ, അഗ്നി ഒരിക്കലും ഞങ്ങളെ കാണാൻ വരില്ലെന്ന് അറിയാം. ഡോക്ടറിന്റെ അടുത്ത് അവനിപ്പോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ദേ ഇത് അവനൊന്ന് ഏൽപ്പിക്കണം. ഇവിടുന്ന് പോയപ്പോ അവൻ ഇത് കൊണ്ടുപോയില്ല. അവന്റെ കഴിവ് കണ്ട് ഞാൻ അവന് സമ്മാനമായിട്ട് കൊടുത്തതാ. ഡോക്ടർ അവനെ കാണുമ്പോ ഇതൊന്നും അവന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഞങ്ങളെ മറക്കല്ലെന്നും പറയണം. അല്ല ശിവേട്ടാ, അതിനുശേഷം അഗ്നി ഇതുവരെ വന്നിട്ടില്ല? ഇല്ല, അതിനുശേഷം അവൻ വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ മൂന്നുപേരും അഗ്നിയെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഒരു കണക്കിന് നോക്കിയാ അഗ്നി ചെയ്തതിൽ എന്താ തെറ്റ്? അവന്റെ അച്ഛനും അമ്മയും കൊന്നവരാരും നല്ലവരല്ലല്ലോ. പിന്നെ ആ ഡേ അവനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ. എത്ര പെൺകുട്ടികളുടെ ജീവിതമാ അവൻ കാരണം ഇല്ലാണ്ടായത്. അപ്പൊ ഇതൊക്കെ വേണം? ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ ആത്മഹത്യ. ശരിക്കും പറഞ്ഞ അതൊരു ആത്മഹത്യ ആണോ ശിവേട്ടാ? ആ രണ്ട് പിള്ളേരും കൂടെ ചേർന്ന് ആ പാവത്തിനെ ഉപദ്രവിച്ചുകൊണ്ടല്ലേ അത് കേസിന് പോയത്. അവസാനം എന്തായി? ആ പിള്ളേരുടെ പാരന്റ്സിന്റെ പണവും പതിയും വെച്ച് ആ കേസ് അങ്ങ് തേച്ച് മാച്ച് കളഞ്ഞു. എന്നിട്ടോ വിഷമം താങ്ങാനാവാതെ ആ കുട്ടി കയറി ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സമൂഹം. ശരിക്കും പറഞ്ഞ ഇപ്പോഴാണ് അഗ്നിയുടെ ആവശ്യം. ഇവന്മാരെയൊക്കെല്ലാം അതുപോലെ കുത്തി കുത്തി കൊല്ലണം. സച്ചു, നീ പറയുന്നതൊക്കെ വയറ്റിലുള്ള ഒരാള് കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം. കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ. അവൻ വന്ന് വളർന്നു വലുതായിട്ട് വേണം ഇവന്മാരെ പോലെയുള്ളവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ. ശരി ശരി, സ്ഥലം എത്തി, നീ ഇറങ്ങ്. ശിവേട്ടാ, എനിക്ക് അഗ്നിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരൂ. ആ കൊള്ളാം, രാവിലെ എത്താന്ന് പറഞ്ഞ ആൾക്കാരാ ഇപ്പോഴാണ് കയറി വരുന്നേ. എന്ത് ചെയ്യാനാളിയാ, നിന്റെ പെങ്ങൾ ഒരുങ്ങി ഇറങ്ങി വരണ്ടേ? ശിവേട്ടാ, അച്ചു, അല്ല ഡോക്ടറെ, ഇവിടുത്തെ മെയിൻ ആളെ കാണാനില്ലല്ലോ. എങ്ങനെ കാണാനാ? നിങ്ങൾ എല്ലാരും വരുന്നെന്നും പറഞ്ഞ് രാവിലെ അടുക്കളയിൽ കയറിയതാ. ഇതുവരെയായിട്ടും എനിക്കൊന്ന് ദർശിക്കാൻ പറ്റിയിട്ടില്ല. അല്ല ജോണേട്ടാ, അപ്പൊ എഡ്വിച്ചായനോ? ആ, അവന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ഉപ്പില്ല, മുളകില്ല, കായയില്ല എന്നും പറഞ്ഞ് എത്ര പ്രാവശ്യം അറിയാമോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടത്. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ കേട്ടോ. എഡ്വി ഇപ്പൊ അതിനാണോ പോയത്? മോനെ ശിവ, ഇച്ചായം പറയുന്നത് നീ കാര്യാക്കണ്ട. നിങ്ങൾക്ക് എന്തോ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ ഇറങ്ങി തിരിച്ചതാ നിങ്ങളുടെയൊക്കെ എഡ്വിച്ചായൻ. ഇതുവരെ ആയിട്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല. സർപ്രൈസോ?
അതിന് മാത്രം എന്ത് സർപ്രൈസ് ആയിരിക്കും? ദേ വരുന്നുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചു. ആ പിള്ളേരെ, നിങ്ങളൊക്കെ ഇത് എപ്പോ എത്തി? ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് നേരമായി ചായ. അല്ല, സർപ്രൈസ് എവിടെ? ആ ബെസ്റ്റ്, വന്ന് കയറുന്നതിന് മുമ്പ് എല്ലാം അങ്ങ് പറഞ്ഞോണം. ഇച്ചായ, ജൂണേട്ടാ. നോക്കണ്ട, എന്റെ പെങ്ങള് തന്നെയാ. സോ ഇതാണ് ആരിസ് പറഞ്ഞ സർപ്രൈസ്. മീറ്റ് മൈ ബിലൗഡ് വൈഫ് ജൂഡ് എഡ്വിൻ. എന്നാലും എന്റെ എഡ്വിച്ചായ, നിങ്ങൾ ഈ പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡാടാ കൊച്ചേർക്ക, നിന്നെ പോലെ ഇടയിൽ കൂടെ വളച്ചതല്ല ഞാൻ ഇവളെ. നല്ല അന്തസ്സായിട്ട് ഇച്ചാന്റെ അടുത്ത് പെണ്ണ് ചോദിച്ചതിന് ശേഷം ഞാൻ ഇവളെ വളച്ചത്. കിട്ടിയല്ലോ അല്ലേ? തൃപ്തിയായി. എഡ്വി, അവനെന്തേ? അവനെ കാണാനില്ലല്ലോ. അയ്യോ, ഞാനത് മറന്നു. ആ ദേ വരുന്നുണ്ടല്ലോ. അഗ്നി, ദേ ഇത് കണ്ടോ? ഇത് എൻഗേജ്മെന്റിന് എടുത്തതാ. പിന്നെ ദേ ഇത് സേവ് ദ ഡേറ്റ്. പിന്നെ ദേ ഇത് കല്യാണം. കണ്ടില്ലേ ജൂണേട്ടനും ചേച്ചിയും? ആ ശിവേട്ടൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അതിനെന്താ സച്ചൂട്ടേ? ദേ ഡോക്ടർ അല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഡോക്ടർ തന്നെ ഡോക്ടറിന്റെ കഥ പറയട്ടെ, അല്ലേ? അന്ന് അഗ്നി എന്നെ കണ്ടിട്ട് പോയി 1 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രിയില് അഗ്നി, നീ എന്താ ഇവിടെ? നീ എന്താ കാണിക്കുന്നേ? Yes, I won't. നീ എന്താ ഈ പറയുന്നേ? ഡോക്ടർ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറാ യെസ്, ഐ വോണ്ട്. Do you wanna sex with me? ചോദ്യം മനസ്സിലായില്ല.
ഡോക്ടർ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറാ യെസ്, ഐ വോണ്ട്. അഗ്നി, നീ എന്താ ഇപ്പൊ പറഞ്ഞതെന്ന് നിനക്ക് ബോധമുണ്ടോ? ഉണ്ട്, നല്ല ബോധത്തോടു കൂടി തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നേ. ഐ വോണ്ട് യു. ഡോക്ടർ പേടിക്കണ്ട, ഞാൻ ഡോക്ടർ ഒന്നും ചെയ്യില്ല. എനിക്കറിയാം ഡോക്ടറിന് സമയം വേണമെന്ന്. എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ ദേ ഇവിടെ വെയിറ്റ് ചെയ്യാം. അഗ്നി, നിനക്ക് എങ്ങനെയാ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വന്നേ? ഡോക്ടർ ഇത്ര പെട്ടെന്ന് മറന്നു? ഡോക്ടറല്ലേ പറഞ്ഞത് ഞാൻ വേറൊരു മനുഷ്യനാണെന്ന്. സോ ഒരു മനുഷ്യനുണ്ടാവേണ്ട വികാരങ്ങളല്ലേ സന്തോഷം, ദുഃഖം, വാശി, ദേഷ്യം, പിന്നെ സ്നേഹം. പിന്നെ ഇത്രയും നാളെ ഞാൻ ഡോക്ടറിന്റെ മുന്നിൽ വരാതിരുന്നത് എനിക്കറിയണമായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. അറിഞ്ഞു, ഒരുപാട് പേരിൽ നിന്ന് ഞാൻ അറിഞ്ഞു ഒരു മനുഷ്യനായി എങ്ങനെ ജീവിക്കണമെന്ന്. അതല്ലേ ഡോക്ടർ എന്നിൽ നിന്ന് ആഗ്രഹിച്ചത്. സോ ഡോക്ടർ എന്ന് പറഞ്ഞതുപോലെ ഐ എം നോട്ട് എ കില്ലിംഗ് മെഷീൻ, ഐ എം എ ഹ്യൂമൻ. ഒരു മനുഷ്യന്റെ ജീവിതം പൂർത്തിയാവണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരാള് അയാളുടെ കൂടെ വേണ്ടേ? ഇനി ബാക്കിയുള്ള എന്റെ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ ഡോക്ടർ. സോ ഐ ചൂസ് യു. എനിക്ക് ഡോക്ടറിന്റെ കൂടെ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡോക്ടർ, I love you. ഓക്കെ, എനിക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കാം അഗ്നിയെ, പക്ഷേ ഇനി ഒരിക്കലും ആ പഴയ അഗ്നിയായിട്ട് മാറില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അതിന്റെ അഗ്നിക്ക് സമ്മതാണോ? അതെ, സംസാരിച്ചതൊക്കെ മതി. എല്ലാരും വന്നേ, ഭക്ഷണം കഴിക്കാറായി. ഓ, നശിപ്പിച്ച് ആ ഫ്ലോ അങ്ങ് പോയി. ചേടാ, ഞാൻ വിചാരിച്ചു 2-3 ദിവസം ഡോക്ടറുടെ പിറകെ നടന്ന് വളച്ചങ്ങ് എടുക്കുമെന്ന്. പക്ഷേ ഇതങ്ങ് സ്ട്രെയിറ്റ് ആയിപ്പോയി. അല്ല അച്ചു, അപ്പോ അഗ്നി ഇപ്പൊ എന്ത് ചെയ്യുക? ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുക. അപ്പൊ ശരി, രാത്രി യാത്രയില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
അച്ചായ, അഗ്നി, ജോണേട്ടാ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ആ, കിടന്നില്ലായിരുന്നോ? അച്ചു, എന്താ അഗ്നി? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ഇതെന്താണ് രണ്ടുപേരുടെയും മുഖം ഒരുമാതിരി കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? ഹരിയേട്ടാ, നിങ്ങളത് കേട്ടോ? അവന്മാര് പുറത്തിറങ്ങിയെന്ന്. ആര് പുറത്തിറങ്ങിയെന്ന്? ശിവേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന്. അതിൽ അവന്മാര് പുറത്തിറങ്ങി. വിധി അവർക്ക് അനുകൂലമായിരുന്നു. ഏട്ടന്റെ സ്വഭാവം പഴയതുപോലെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ആ രണ്ടെണ്ണത്തിനെയും ആ കൊച്ച് എത്ര വേദന അനുഭവിച്ചോ അതുപോലെ വേദനിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തുമായിരുന്നു. അല്ലെ ഹരിയേട്ടാ? പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കാം അഗ്നിയെ. പക്ഷേ ഇനി ഒരിക്കലും ആ പഴയ അഗ്നിയായിട്ട് മാറില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അതിന്റെ അഗ്നിക്ക് സമ്മതമാണോ? എഡ്വിൻ സർ, സാറെന്താ ഇവിടെ? ശിവ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്, നീ ഒന്ന് വന്നേ. ഹരി, അഗ്നി, ഇവനെന്താ ഇവിടെ? ഇവനല്ലേ ആ കുട്ടിയെ കൊന്നത്? അതെ, പക്ഷേ ഞാൻ പറയുന്നൊന്ന് കേക്ക് ശിവ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ശിവ. നീ പറഞ്ഞത് ശരിയാ. ഇത്രയും കാലം അവൻ ഓരോ കൊല ചെയ്തത് അവന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാ. പക്ഷെ അവൻ ഇപ്പൊ ചെയ്തത് അങ്ങനെയല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നുമില്ലെങ്കിലും അവൻ മരിക്കേണ്ടവനല്ലേ? എത്ര കൊച്ചുകുട്ടികളുടെ ജീവിത അവൻ കാരണം ഇല്ലാണ്ടായത്? എന്തിന്? നമ്മുടെ ഡോക്ടറിന്റെ ബ്രദറിനെ തന്നെ അവൻ അങ്ങനെ ചെയ്തില്ലേ? ശിവ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ കൊലപ്പെടുത്തിയ ആരെങ്കിലും നല്ലവരെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ വിട്ടുകൊടുത്താൽ
പുഷ്പം പോലെ ഇവർ ഇറങ്ങി വരും. വീണ്ടും ആ പഴയ പണി തന്നെ ചെയ്യും. നമ്മളെ കൊണ്ട് വെറുതെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ അപ്പൊ ഈ പറഞ്ഞു വരുന്നേ? ഇനി മുതൽ അഗ്നി നമ്മളെ കൂടെ കാണും. നമ്മളെ കൊണ്ട് പറ്റാത്തത് ഇവൻ ചെയ്യും. നീതിയും നിയമവും ഒക്കെ വിലക്ക് വാങ്ങാൻ ഇവിടെ പണത്തിന്റെ കൊഴുപ്പുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലേക്ക് ഞാൻ അഗ്നി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. പിന്നെ ഒരു എവിഡൻസും ഇല്ലാതെ കേസ് ക്ലോസ് ചെയ്യുന്ന കാര്യം അത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏൽപ്പിക്കുക. ശിവ, ഇതൊക്കെ തെറ്റാണ്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കുറ്റവാളികളാ നമ്മുടെ മുന്നിൽ കൂടെ ഇറങ്ങി പോകുന്നേ. അവർക്കൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേടാ. ശരി, പക്ഷേ ഒരു കാര്യം, നമ്മൾ 4 പേരല്ലാണ്ട് വേറൊരു ഒറ്റ മനുഷ്യർ ഇത് അറിയരുത്. നമ്മുടെ ഭാര്യമാര് പോലും. അഗ്നി, ഞാൻ പറഞ്ഞ കണ്ടീഷന് ഓക്കെ ആണോ? ഓക്കെയാണ് ഡോക്ടർ. അഗ്നി, ഇതാണ് നെക്സ്റ്റ് മിഷൻ. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, അല്ലേ? അഗ്നി, ആ കുട്ടി എത്ര വേദന അനുഭവിച്ചോ അതുപോലെ ഇവന്മാരും അനുഭവിക്കണം. പിന്നെ അഗ്നി, ഒരു കാരണവശാലും ആലിസോ ഇച്ചായനോ അച്ചോ ഇതറിയാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ ഇപ്പൊ അവന്മാർ എവിടെയുണ്ടോ അതും ഈ ഫയലിലുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതെന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഏയ് ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചതാ. അപ്പൊ എങ്ങനെയാ ശിവ, നേരെ വീട്ടിലോട്ട് വിട്ടാലോ? സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുകയും എന്നാൽ പിന്നീട് അവർ പ്രതിയല്ലെന്ന് തെളിയിക്കുകയും ചെയ്ത 2 വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വന്തം ഗസ്റ്റ് ഹൌസിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെടുക്കുകയുണ്ടായി. പ്രാഥമിക റിപ്പോർട്ടിൽ ഇതൊരു ആത്മഹത്യയാണെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി മാതാപിതാക്കൾക്ക് കൈമാറുമെന്നും പോലീസ് മാധ്യമങ്ങളോട് അറിയിച്ചു.